ഇന്ന് നമ്മൾ മാന്തോപ്പ് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് ഇവരുടെ ഒരു റീലായിരുന്നു. അന്ന് അധികമൊന്നും കഴിക്കുകയുണ്ടായില്ല. ഇവരുടെ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ഫേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊണാണ്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കളി ഷാപ്പുണ്ട്, പിന്നെ മാന്തോപ്പ്. ഇതൊരു ഷാപ്പ് റെസ്റ്റോറൻ്റ് ആണ്. ആക്ച്വലി ഷാപ്പ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോഴേക്കും പ്യുവർലി ഒരു ഷാപ്പ് മോഡലല്ല. ഇത് ഫാമിലീസൊക്കെ ഒരുപാട് വരാറുള്ള റെസ്റ്റോറൻ്റ് ആണ്. ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി ഷാപ്പ് റെസ്റ്റോറൻ്റ് ആണ്. ആലുവ മൂന്നാർ റോഡിൽ കോതമംഗലം പെരുമ്പലപ്പടി എത്തണയ്ക്ക് തൊട്ട് മുന്നേ ആയിട്ട് ഒരു ഈസ്റ്റേണിൻ്റെ ഒരു കമ്പനിയുണ്ട്. അപ്പോൾ ഈസ്റ്റേണിൻ്റെ കമ്പനിയുടെ തൊട്ട് ചേർന്നുള്ള റെസ്റ്റോറൻ്റ് ആണ് ഈ മാന്തോപ്പ് റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ തന്നെ ഒരു ശാഖ കോതമംഗലത്തും ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടും കുറച്ചും കൂടെ സൗകര്യം ഇവിടെയാണ്. അപ്പോൾ പുറമെ സിറ്റ് ഔട്ട് പോലെ തന്നെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ജനറലായിട്ടൊരു റൂമുണ്ട്, ഒരു ഹോട്ടൽ പോലെയുള്ള റൂം. പിന്നെ ഫാമിലീസിന് സ്പെസിഫിക് ആയിട്ട് കുറച്ച് പ്രൈവസി ആയിട്ട് ഇരിക്കാൻ പാകത്തിന് അവരുടെ ചെറിയ ചെറിയ ക്യൂബിക്കിളുമാതിരി ഉള്ള ചെറിയ ചെറിയ റൂമുകളും. അപ്പോൾ ഇവിടെ ഒരുപാട് നാടൻ ഐറ്റംസ് അവൈലബിൾ ആണ്. അതായത് ചപ്പാത്തി, നമ്മുടെ പൊറോട്ട, അപ്പം, ഇടിയപ്പം, പിന്നെ പിടിയും ഇറച്ചിയും ഇതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ കറികളിലാണെങ്കിൽ ചിക്കൻ ഐറ്റംസ്, പോർക്ക് ഐറ്റംസ്, ബീഫ് ഐറ്റംസ്, അതുപോലെ തന്നെ ഞണ്ട്, മീൻ, കൂന്തൽ, അതുപോലെ തന്നെ പല തരം മീൻ വറുത്തതും വെച്ചതുമായിട്ടുള്ള ഐറ്റംസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് കള്ള്. ഈ രീതിയിലാണ് കള്ള് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് ഫിഷ് കറി മീൽസ് ആണ്. അപ്പോൾ ഫിഷ് കറി, തോരൻ, അച്ചാർ, ചമ്മന്തി, പിന്നെ മോര്, ഒരു സ്റ്റാർട്ടർ ഡ്രിങ്ക് ആയിട്ട് മോര്, പപ്പടം, അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാം തന്നെ നമ്മുടെ ഊണിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. കേരള റൈസ് ആണ് നമുക്ക് ഊണിൻ്റെ കൂടെ കിട്ടുന്നത്. പിന്നെ മോരുകറിയും സാമ്പാറും ഉപ്പും അച്ചാറും ഒക്കെ തന്നെ നമ്മുടെ ടേബിളിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാം. അപ്പോൾ ഇവിടെ ഊണിൻ്റെ കൂടെ കിട്ടുന്ന മീൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതാണ്. ഇത് കുടംപുളി ഇട്ട മീൻ കറിയാണ് നമുക്ക് ഇടുന്നത്, കേരള സ്റ്റൈലിലുള്ളത്, മറ്റേ തേങ്ങാപ്പാൽ ഒഴിച്ച മീൻ കറിയല്ല. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് മീൻ ഫ്രൈ ആണ്. പലതരം മീൻ ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് സിലോപ്പിയാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അത് അത്യാവശ്യം കരിമീൻ്റെ തന്നെ ഏകദേശം ഒരു ടേസ്റ്റിനോട് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ബീഫ് വരട്ടിയതാണ്. അപ്പോൾ നമ്മൾ 2 സൈഡ് ഡിഷാണ് വാങ്ങിച്ചേക്കുന്നത്, ബീഫ് വരട്ടിയതും പിന്നെ സിലോപ്പി ഫ്രൈയും. അതിൻ്റെ അകത്ത് ബീഫ് വരട്ടിയത് അത്യാവശ്യം നല്ല ഐറ്റമായിരുന്നു. നല്ല എരിവും ഒക്കെ അങ്ങോട്ട് കുഴിയ നല്ല അടിപൊളി സാധനമായിരുന്നു. പക്ഷേ കൂടുതലും എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ സിലോപ്പി ഫ്രൈ ആയിരുന്നു. അത് നന്നായിട്ട് ഊണിൻ്റെ കൂടെ ബ്ലെൻഡ് ആവുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അത്. കരിമീൻ ഫ്രൈയുടെ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു അത്. അപ്പോൾ ഈ കാണുന്നത് അവിടെ മുമ്പിൽ തന്നെ വെച്ചേക്കുന്ന ഒരു അക്വേറിയാണ്. അതിൻ്റെ അത് നിയോൺ ടെട്ര, പിന്നെ ഗോൾഡ് ഫിഷ്, പിന്നെ അതുപോലെ തന്നെ ഏഞ്ചൽ ഫിഷ്, അതുപോലെ തന്നെ പലതരം നല്ല കളർഫുള്ളായിട്ടുള്ള മീനുകളുണ്ട്. പിന്നെ ടൈഗർ ഫിഷ്, ഇങ്ങനെയുള്ള മീനുകളുണ്ട്. അത് പിള്ളേരെയൊക്കെ അത്യാവശ്യം അട്രാക്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവർ അതിനെ ചുറ്റിപ്പറ്റി നടന്നോളും. അത്യാവശ്യം നല്ലൊരു രസകരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു അക്വേറിയാണിത്. ഒരുപാട് നല്ല കളർഫുള്ളായിട്ടുള്ള മീനുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ വലിയ തിരക്കില്ലാത്തൊരു ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ക്യൂബിക്കിളിൽ നിന്ന് ഒരു ലൈം ടീ ഒക്കെ കുടിക്കാനായിട്ട് നമ്മളൊരു ജനറൽ ഏരിയയിൽ ആണ് വന്നിരുന്നത്. അപ്പോൾ പിള്ളേർക്ക് ഈ അക്വേറിയം നല്ലൊരു അട്രാക്ഷൻ ആയിരുന്നു ആ ഒരു ടൈമിൽ. അപ്പം നമ്മളിവിടെ കഴിച്ചത് 3 ഊണ്, 3 സിലോപ്പി ഫിഷ് ഫ്രൈ, അതുപോലെ തന്നെ ഒരു ബീഫ് വരട്ടിയത്, പിന്നെ 3 ലൈം ടീ. ഇതെല്ലാത്തിനും കൂടെ കൂടിയിട്ട് ഫൈനലി ബില്ല് വന്നേക്കുന്നത് വെറും 1000 രൂപയാണ്. ഇതിൻ്റെ പ്രൈസൊന്നും എപ്പോഴും ഫിക്സ്ഡ് ഒന്നും ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത് മെയ് 2025 ആണ് നമ്മളിവിടെ വന്നേക്കുന്നത് ലാസ്റ്റായിട്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ളതുമാണ്. അപ്പോൾ മൂന്നാർ ലൊക്കേഷനിലേക്കൊക്കെ ട്രിപ്പൊക്കെ പോകുന്ന ആൾക്കാർക്ക് നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് അത്യാവശ്യം പാർക്കിംഗ് സ്പേസൊക്കെ ഉള്ള ഒരു ഏരിയയിൽ നിർത്തി കഴിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലാണിത്. ഇതുപോലെയുള്ള ഷാപ്പ് ഹോട്ടൽസ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.